നബിയെ, മുഅ്മിനായ മനുഷ്യൻ നുണ പറയുമോ? കല്ലാ, ആ മുഅ്മിനായ മനുഷ്യന് നുണ പറയാൻ കഴിയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളൊക്കെ ശരിക്കും പഠിപ്പിക്കണേ. മക്കള് ചെറിയ വിഷയത്തിൽ നുണ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്നാൽ അവർ വലിയ നുണ പറയും, പിന്നെ അതിന്റെ മീതയാവും, പിന്നെ വലിയ വലിയ സംഭവങ്ങളായിട്ട് മാറും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒന്ന്, നുണ പറയുന്നവൻ. മഹാനായ ജഅഫർ സ്വാദിഖ് തങ്ങൾ പറയുന്ന 5 വിഭാഗത്തിലെ രണ്ടാമത്തേത് അൽ അഹ്മഖ്, ബുദ്ധിയില്ലാത്ത ആൾക്കാര്. കാരണം നമുക്ക് ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ച് അവർ ചെയ്യുന്നത് ഉപദ്രവമായിരിക്കും. അഹ്മഖുകള് മാറ്റി നിർത്തണം. മൂന്നാമത്തേത് പിശുക്കന്മാർ. ജീവിതത്തിലെ ആവശ്യങ്ങൾ വരുമ്പോ ഒരു വിഷയത്തിൽ സഹായം വേണമെന്ന് വിചാരിച്ച് അരികത്ത് ചെല്ലുമ്പോൾ കൈയൊഴിയുന്ന പിശുക്കന്മാർ. പറഞ്ഞാൽ സുഹൃബന്ധം ഊട്ടിയുറപ്പിക്കുന്നത് മനുഷ്യൻ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ നടത്തുമ്പോഴാണെന്നാണ്. അവിടെ എത്തുമ്പോൾ മനസ്സിലാവും ശരിയായ സുഹൃത്തും അല്ലാത്തവരൊക്കെ. അങ്ങനെ വായ കൊണ്ട് ബിരിയാണി വെക്കാൻ ആർക്കാ പറ്റാത്തത്? ഒരു കാര്യം നടക്കേണ്ടി വരുമ്പോ, ഒരു സഹായം ആവശ്യമായിട്ട് വരുമ്പോ അവരൊക്കെ മുങ്ങുന്നത് കാണാം. അപ്പൊ ആളെ മനസ്സിലാക്കിയാൽ മതി, ഇത്രയേ ഉള്ളൂ എന്ന്. പിശുക്കന്മാർ, ബഖീലന്മാരുടെ കൂടെ കൂടരുത്. വെറുതെ തരാനല്ല പറഞ്ഞത്. ഒരു വിഷയം ഒരു കടമായിട്ടോ ദാനമായിട്ടോ അല്ലെങ്കിൽ സഹായമായിട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് അത് നടക്കാതെ പോകുമ്പോൾ വലിയ നിരാശ വരും. ബഖീലന്മാർ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാക്കൂ, കൂടെ കൊണ്ടു നടക്കരുത്. വൽ ജബാൻ, പേടിന്റെ ആൾക്കാരുണ്ടാവും. അനങ്ങിയ പേടി, ലൈറ്റ് ഓഫ് ആയാൽ പിന്നെ പേടിയാണ്. എന്ത് കേട്ടാലും പേടി, ധൈര്യമില്ലാത്ത ആളുകൾ. അത്തരം ആളുകൾ ഒരു പ്രതിസന്ധി വന്നാൽ നിന്നെ ശത്രുക്കളെ ഏൽപ്പിക്കുകയും അവർ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പേടിത്തൊണ്ടന്മാരായ ഭീരുക്കളെ നിങ്ങൾ സുഹൃത്തുക്കളായി കൊണ്ടു നടക്കരുത്. പിന്നെ പറഞ്ഞു അഞ്ചാമത്തേത് വൽ ഫാസിഖ്. കാരണം തിന്മ ചെയ്ത് നടക്കുന്ന ആളുകൾ ഫാസിഖീങ്ങളാണ്, തിന്മ പരസ്യമായി ചെയ്യുന്നവര്. അവര് നിങ്ങളെ ഒരു നേരത്തെ ഭക്ഷണം കണ്ടിട്ട് നിങ്ങളവരെ വിറ്റേക്കും മറ്റുള്ളവർക്ക്. അവർക്ക് കാശ് കിട്ടുന്ന വിഷയം കണ്ടാൽ നിങ്ങളുടെ രഹസ്യം ചോർത്തിക്കൊടുത്തേക്കും, നിങ്ങളെ ശത്രുക്കളെ ഏൽപ്പിച്ചേക്കും. അതുകൊണ്ട് തിന്മ ചെയ്യുന്ന ഫാസിഖീങ്ങളുടെ കൂടെ കൂടല്ലേ. അതുപോലെ തന്നെ ഭീരുക്കളായ ആളുകള്, അതേപോലെ ബഖീലന്മാർ, പിശുക്കന്മാർ, ബുദ്ധിയില്ലാത്തവര്, നുണ പറയുന്നവര്, ഈ 3 വിഭാഗം ആളുകൾ നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിൽ ഉണ്ടാവല്ലേ എന്ന് മഹാനായ ജഅഫർ സ്വാദിഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി